എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ്. കടലിൻ്റെ അടുത്ത് സൺ ഇങ്ങനെ സെറ്റാവുന്ന സമയത്ത് സൺ സെറ്റാവുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു നല്ല ഫീലാണെന്ന് തോന്നുന്നു. അശ്വതി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഏകദേശം ഒറ്റനോട്ടത്തിൽ ഒരേപോലെയൊക്കെ പോകുന്ന ഒരു നേച്ചറാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫൈൽസിനുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് പോവാം. കൂടുതലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമെന്നുള്ളതാണ് കരുതുന്നത്. അശ്വതി. എല്ലാവർക്കും നമസ്കാരം. നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്, അതുപോലെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ നമുക്കിതുപോലെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു നല്ല സായാഹ്നം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇത്ര ലൈവായിട്ട് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളോട് എന്ത് സംസാരിക്കാം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് സംസാരിക്കാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് സംസാരിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷനിലേക്ക് അവസാനമാകുമ്പോഴേക്കും മൂവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ? കൃത്യമായൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. അതെ, ചെറിയൊരു കൺഫ്യൂഷൻ. നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എക്സൈറ്റ്മെന്റോടുകൂടി വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ ഇന്നാണ് കണ്ടത്. ഓൺലൈൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു റെഡിയാക്കി വെച്ചു. കാളി ഞാനിന്ന് വായിച്ചു തീർത്തു. കാരണം ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. അശ്വതി, ഞാൻ ആദ്യം തുടങ്ങാൻ തരുന്നു. അശ്വതിയുടെ കാളി വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്ന് എനിക്ക് തോന്നി. വന്നപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലാദ്യത്തെ ചാപ്റ്ററിൽ ഒരു ആനിയമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആനിയമ്മ ഒരു പക്ഷേ ഒരു 30കളുടെ താഴെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയാണ്. അതിന് മുകളിലുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് കണ്ടത്. അതായത് വളരെ മനോഹരമായ ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ഒരു കുടുംബം, അതിലെ ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോൾ എല്ലാവരും കരുതുന്നത് ഇനി ആ സ്ത്രീക്ക് ആരുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയാവും. ബട്ട് ഷീ ഈസ് സർവൈവിങ് ബ്യൂട്ടിഫുള്ളി, ഷീ ഈസ് ഇവോൾവിങ് ബ്യൂട്ടിഫുള്ളി. എല്ലാവരും മുമ്പിൽ നോക്കുമ്പോൾ ഒരു സഹതാപമൊക്കെ കാണിച്ച ആനിയമ്മ നൈസായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആനിയമ്മ തൻ്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അശ്വതിയെ ഞാൻ പരിചയപ്പെടുന്നത്, എനിക്ക് ആദ്യം അറിയുന്നത് RJ ആയിട്ടാണ്. പിന്നെ VJ ആയി, ആങ്കർ ആയിട്ടുണ്ട്, സിനിമയിലുണ്ട്, പിന്നെ ലൈഫ് കോച്ചായി. ഞാനിങ്ങനെ കഥകൾ പറയുമ്പോൾ സയന്റിഫിക്കലി പഠിച്ച് പറയുന്ന ഒരാളാണ് അശ്വതി. അശ്വതി എങ്ങനെയാണ് ഇവോൾവായി മാറിയത്? ഈ ആനിയമ്മ എത്രത്തോളം അശ്വതിയിലുണ്ട്? എനിക്കറിയുന്ന ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളിലും കുറച്ചൊക്കെ ആനിയമ്മ ഉണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. പൂർണ്ണമായിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ ഈ കാളി എഴുതുന്ന സമയത്തും അതിൻ്റെ ആമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ കടന്നു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്തുള്ള പല സ്ത്രീകളും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആനിയമ്മ ചെറുതായിട്ട് എൻ്റെ അടുത്തും തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഒരു ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളൊക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? നമുക്കൊക്കെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരു മാറ്റവും ഇല്ല, ഇത്ര വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും അഭിമാനിക്കരുത്. മാറ്റം വരണം. ആ മാറ്റത്തിലാണ് ജീവിതത്തിന്റെ ബ്യൂട്ടി എന്ന് പറയാനുണ്ട്. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ, ഒരേ ഇടത്ത് കെട്ടിക്കിടന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിന് അഴുക്ക് കൂടുതലായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു മാറ്റത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അൺലേൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചും ചിലപ്പോഴൊക്കെ പഠിച്ചതിനെ മായ്ച്ചു കളഞ്ഞ് പുതിയതിനെ ചേർത്ത് വെച്ചും അങ്ങനെയുള്ളൊരു പ്രോസസ്സ് നിരന്തരം നടത്താൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തേതിനെ കഴിഞ്ഞും ബ്യൂട്ടിഫുൾ ആയിട്ട് നാളെ ഇവോൾവ് ചെയ്യണമെന്ന് ഒരു വിചാരമുണ്ട്. എന്നാ പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക്. എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്, ഇപ്പോൾ ജോസഫിനെ ആസ് എ റൈറ്റർ നമുക്കറിയാം, അതുപോലെ തന്നെ വളരെ
വളരെ സൂത്തിങ് ആയിട്ടും വളരെ എനർജിയോടെയും കൂടി അത് ആ ഒരു പെർഫെക്റ്റ് ബാലൻസിൽ ഒരുപാട് പേരെ അത് എവിടെ കുറിച്ചു കൊള്ളുന്ന പോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള തരത്തിലാണ് ജോസഫിനെ ഏറ്റവും അധികം നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 1 മിനിറ്റിന്റെ ഒരു റീലിലായിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷെ അതിനകത്ത് വളരെ സേർട്ടിലായിട്ടും വളരെ കുറിച്ചു കൊള്ളുന്ന തരത്തിൽ ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, നമ്മളെ കണ്ട ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേട്ടിട്ട് ആളുകൾ മോട്ടിവേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഒരേപോലെ ഒരു വെയിറ്റ് ആണ് അല്ലേ, നല്ല വെയിറ്റ് ഉള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ മേലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വന്ന് വീഴുന്നത് പോലെയാണ്. ജോസഫ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഞാൻ കാരണം ഒരുപാട് ആളുകൾ മോട്ടിവേറ്റഡ് ആവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ആദ്യത്തെ ആ ഒരു കോൺവെർസേഷൻ നടന്നത്, പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. അപ്പൊ പിന്നീട് അങ്ങോട്ട് ആളുകൾക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ എക്സ്പെക്ടേഷന്റെ വെയിറ്റ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന പദവി നമ്മൾ അടുത്തറിയാവുന്നവർക്ക് നമ്മളെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഏറെക്കുറെ നമ്മൾ ആരാണെന്ന് അറിയാം, നമ്മുടെ അയൽവക്കക്കാരെന്ന പോലെ അറിയാം. നമ്മളെക്കുറിച്ച് സ്റ്റാറ്റസിലൂടെയും അല്ലെങ്കിൽ പറഞ്ഞും കേട്ടിട്ടുള്ളവർക്ക് ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനോട് ഹേറ്റഡ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിങ്ങനെ വെള്ളത്തിൽ മുങ്ങി വരിക മരിച്ചുകൊണ്ടിരിക്കുക, ഒരാളിങ്ങനെ കരയിൽ നിന്നിട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഒരു സന്യാസി. അപ്പം വെള്ളത്തിൽ മുങ്ങുന്ന ആളിങ്ങനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ സന്യാസി ചോദിക്കുന്നു, എന്തു പറ്റി? എനിക്ക് നീന്തൽ അറിയില്ല സർ, എനിക്ക് നീന്തൽ അറിയില്ല, എന്നിട്ട് ഞാൻ എന്ത് ശാന്തനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് സന്യാസി പറയുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുങ്ങുന്നവനോട് കരക്കിരുന്നിട്ട് ശാന്തനാവൂ എന്ന് പറയാൻ ഏത് മോട്ടിവേഷണൽ സ്പീക്കറിന് പറയാൻ എനിക്കും പറ്റും. പക്ഷെ ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒന്നിനെയും നിഷേധിക്കരുത് എന്നാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. ഒന്നിനെയും തള്ളിപ്പറയരുത്. കാരണം നമ്മൾ തള്ളിപ്പറഞ്ഞതിനെ സ്വീകരിക്കേണ്ട ഒരു കാലം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വരും. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി, വന്ദേ ഭാരതിലാണ് വന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഫാമിലി കയറിയിരുന്നു. അവർ ഭയങ്കര സന്തോഷം, ബഹളമാണ്. വന്ദേ ഭാരതിൽ കുറച്ചുകൂടി ക്വയറ്റാണ് നടുക്ക്, അതിൻ്റെ ഉള്ളിലെ ആംബിയൻസ്, ബഹളം, കളി, ചിരി. അപ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അയാൾ ലാപ്ടോപ്പിൽ നോക്കുന്ന നേരത്ത് അവിടെ ബഹളം, ഒച്ചയും ബഹളം. ഇവരോട് പറയുന്നത് എന്ത് നോയ്സാണല്ലേ, ഇവർക്കൊന്നും അതൊരു മാനേജ് ചെയ്യാൻ ഒരു ക്രൗഡല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ അതെ സാർ, കുറച്ചൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, ചേട്ടൻ്റെ വലിയ ഫാനാണ് എൻ്റെ അമ്മ, അമ്മയെ വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അമ്മ അടുക്കളയിൽ നിന്നാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഞാൻ ഹായ് മാം, ഞാനേ പിന്നെ അവിടെ കിടന്ന് വീഡിയോ കോൾ ചെയ്യുന്ന ബഹളം. അപ്പൊ ഈ ചേട്ടൻ, അപ്പോ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു, ഇപ്പൊ ചില സമയത്ത് അവരാ ഫാമിലി ചിലപ്പോൾ വർഷം അതിനകത്ത് ആരോ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്, ഉറപ്പാണ് ഏതോ വെക്കേഷൻ നോർത്ത് നിന്ന് വന്നതായിരിക്കാം. ഇറ്റ് കുഡ് ബി കസിൻസ് റീയൂണൈറ്റഡ്, ചിലപ്പോൾ അവരുടെ ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കാം. ദേ മൈറ്റ് ബി എൻജോയിങ് ഇറ്റ്. അപ്പൊ അതിനെ അങ്ങനെ വേണി കാണാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഭയങ്കരമായിട്ട് നിഷേധിച്ചാൽ വീഡിയോ കോൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നോട് ഹേറ്റഡ് ഉണ്ടെങ്കിൽ, അശ്വത പറയുന്ന കാര്യം ഇതൊക്കെയാണോ ജീവിതം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തള്ളിപ്പറയരുത്. നാളെ നമ്മുടെ വീഡിയോ ഇരുന്ന് ആശ്വസിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരും. അപ്പോ ഒന്നിനെ നിഷേധിക്കാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തു. ഈ ഭാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, എന്നിലുള്ളതല്ല. പക്ഷെ ഡെഫിനറ്റ്ലി പ്യുവർ സ്ട്രഗിൾ എൻ്റെ പുറകിലുണ്ട്. അപ്പം അമ്മയെ കുറെ കൂടി സ്നേഹിക്കണം, അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ചെയ്തതിനേക്കാളും കൂടുതൽ അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത, അകലെ നിന്ന് അറിയുന്ന മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഭാരമാണ്. അവനൊരു മോട്ടിവേഷണൽ സ്പീക്കർ, അവൻ്റെ പുസ്തകം മുഴുവൻ മോട്ടിവേഷൻ. ഞാൻ സ്നേഹം, കാമം, ഭ്രാന്ത് എന്ന് പറയും, കാമത്തിലൂടെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ഇതൊരുമാതിരി നമ്മുടെ ഒരു സർനെയിം പോലെ പോകുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റേജ് തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഇത് ഭയങ്കര മറ്റേ പ്രതികരണം പോലെയാണ്. ഞാൻ അടുത്ത് അശ്വതിയോട് ചോദിക്കുക. അശ്വതി, ഞാൻ സിംഗിളാണ്, അശ്വതി മാരീഡാണ്. ഓ, അതല്ല ചോദ്യം. ഇപ്പൊ ഞാൻ നേരിടുന്നൊരവസ്ഥ പറയാം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബാധിക്കുന്ന പറയാം. അതായത് ഒരാളുടെ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു പൊട്ടിയ കുപ്പിച്ചില്ല് പോലത്തെ അയാളുടെ ജീവിതം നമ്മൾ പശ ചൊട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈമുറിയും എന്ന് പറഞ്ഞ പോലെ ഞാൻ കൂടുതലും കേൾക്കുന്നത് വിവാഹം കഴിച്ച മനുഷ്യർ, റിലേഷൻഷിപ്പിലായിട്ടുള്ളവരൊക്കെ പറ്റിക്കുന്നതും ചതിക്കുന്നതും പ്രണയം നിഷേധിക്കുന്നതും നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അണ്ടർ കറണ്ടുള്ള കഥകളൊക്കെ ഒരുപാട് കഴിഞ്ഞ 7 കൊല്ലമായി കേൾക്കുമ്പോൾ
പലപ്പോഴും നമ്മളിങ്ങനെ വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ചിങ്ങനെ എൻ്റെ ഡാറ്റ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, എനിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഈ ഒരു വിവാഹം എന്നതിന് കൂടുതലും എഗെയിൻസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്ന ഡാറ്റ മുഴുവൻ. അശ്വതി മാരീഡ് ആണ്. ഇപ്പോൾ കുട്ടികളെ പാരൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ എന്നിലേക്ക് വരുന്നത് ഒരു പ്രത്യേകതരം ക്രൗഡാണെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടി ഡിഫറെൻറ്റ് കാറ്റഗറി പെടുന്നതായിരിക്കും അശ്വതിയെ തേടി വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി പോലും ഉണ്ട്, ആള് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. ഈ കുട്ടികളുടെ സങ്കടം കേട്ട് കേട്ട് അവർ വിവാഹം കഴിച്ചിട്ട് കുട്ടികൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ആസ് ഓഫ് നോ. കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. അശ്വതി ഇങ്ങനെ പലതരത്തിൽ യു ആർ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്, അപ്പോൾ അതിന് കുറച്ച് ഒത്തൻറ്റിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അശ്വതിയുടെ ലൈഫിനെ ഇതെങ്ങനെ ബാധിക്കുന്നു? അശ്വതിക്ക് അതൊരു മെന്റൽ ട്രോമ നൽകാറുണ്ടോ? ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതെന്നെ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അത് അഫക്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആശ്വാസമാണ് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമ്മൾ കേൾക്കുന്ന പല ലൈഫുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്രയോ മെച്ചപ്പെട്ടതാണ് എന്നൊരു പോയിന്റിലാണ് ഇപ്പം ഞാനുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നം അത് തരാറില്ല. പക്ഷെ ഇതിങ്ങനെ കേട്ട് തുടങ്ങിയ സമയത്ത് ശരിയാണ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കഥകള് ദിവസേന കേൾക്കുന്ന സ്ഥിതിക്ക് അതെന്നെ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിതൊന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ അയാളുടെ ഒരു ടോപ്പ് സീക്രട്ടാണ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചില സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഇതേ പ്രൊഫഷനിൽ നിൽക്കുന്ന ചില ആളുകളോട് ചിലപ്പോൾ നമ്മൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ ഉള്ള ചർച്ച ചെയ്യുമെന്നുള്ളതിനപ്പുറത്ത് നമുക്കിത് ആരോടും പോയി പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആ ഒരു തോട്ട് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരു കഥയിലും കാണാത്ത, നമ്മൾ ഒരു സിനിമയിലും കാണാത്ത അത്രയ്ക്ക് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പോലത്തെ വെറൈറ്റി സ്റ്റോറീസ് ഒന്നും വേറെ എവിടെ ഒരു കഥപുസ്തകത്തിലും ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. ബിക്കോസ് മാരേജിന്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളി പറയില്ല. പക്ഷേ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ ഇനിയത്തെ ഒരു ജനറേഷന് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അഡ്വക്കേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിലും ഞാൻ ഡൗട്ട്ഫുൾ ആണ്. ബിക്കോസ് സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചറിനൊക്കെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അത് കാലത്തിന് അനുസരിച്ച് വരുന്ന ചില മാറ്റങ്ങളാണ്. നമുക്ക് ഈ കാലത്തിനെ തിരിച്ചു പിടിച്ച് പണ്ടത്തെ ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞ് പുറകെ കൊണ്ടുപോയി കെട്ടാനൊന്നും പറ്റില്ല. അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്ട്രഗിൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജിൽ ഇവിടെ തന്നെ നമ്മുടെ കോഴിക്കോട് തന്നെ ഒരു കോളേജിൽ ഒരു ഇവന്റിന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100-400 പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരു സദസ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് കല്യാണം കഴിക്കണം എന്ന് ചോദിച്ചപ്പോൾ 4 പേരാണ് കൈപൊക്കിയത്. 4 പേര്. ഇത് പെൺകുട്ടികളോട് മാത്രം ചോദിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോ ഈ കൂട്ടത്തില് അവിവാഹിതരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന്. അതെന്താ അവിടെ ദൈവത്തിന്റെ സ്വരമായിരിക്കും ഒരു അശരീരി. അപ്പൊ ഈ കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്ത ആളുകൾ ഒരുപാടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഇതൊരു മിക്സഡ് ക്രൗഡ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൽ കല്യാണം കഴിക്കാത്ത ആളുകളിൽ എത്ര പേർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്? കള്ളക്കളി ഇതിനകത്ത് കല്യാണം കഴിച്ചവരൊക്കെ ഇരുന്ന് കൈപോക്കുണ്ട് കേട്ടോ. രണ്ടാമത് കിട്ടാനായിരിക്കും. അതും ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ ഈ രണ്ടാമത്തെ ഒരു ചാൻസ് എടുക്കുന്നവരുടെ ധൈര്യം എന്നൊക്കെ പറഞ്ഞ അസാധ്യ ധൈര്യമാണ് അല്ലേ? ഞാനിങ്ങനെ ചില സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, അവർ ആദ്യത്തെ ഒരു മാരേജ് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രണ്ടാമത്തെ മാരേജിന്റെ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത്, രണ്ടാമത്തെ മാരേജിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും ചോദിക്കും, ഇതെങ്കിലും കുറച്ച് നാളൊന്ന് നിങ്ങൾക്കൊരു ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് പിന്നെ ഉറപ്പ് വരുത്തിയിട്ട് പോരെ എന്നൊക്കെ ചോദിക്കും. അല്ല, അവർക്ക് ആ മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു സെക്യൂരിറ്റി അവർക്ക് ഭയങ്കര നെസസിറ്റിയാണ്. അവരെ ജഡ്ജ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും ആ ഒരു ധൈര്യത്തിന് സംഭവിച്ചു കൊടുക്കണം എന്നെനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇപ്പോ പല പേരൻസിനും അറിയായിരിക്കും, ടീനേജിലൊക്കെ ഉള്ള അവരുടെ കുട്ടികൾ പറഞ്ഞു തുടങ്ങി ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മാരീഡ് എന്നുള്ളത്. എൻ്റെ മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് ദ നേഷൻ വാണ്ട്സ് ടു നോ എന്താ ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊന്ന് കേട്ടോ, അയാൾക്കൊരു ഉത്തരം കൊടുത്താലോ? വേറെ ഏതോ സ്റ്റേജിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരും മൈക്കുമായിട്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ട്.
സംസാരിച്ചു. സോ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. മാരേജ് എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇന്നിപ്പോ രാവിലത്തെ ഒരു സെഷനിൽ നമ്മൾ ഇതിന്റെ വേറൊരു വേർഷൻ ഇവിടെ വെച്ച് ചർച്ച ചെയ്യുണ്ടായി. അതായത് ആളുകൾക്ക് ഒന്നിലും അധികം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ റീൽസിന്റെ ഒരു ആയുസ് ഉണ്ടല്ലോ, മാക്സിമം പോയാൽ 1.5 മിനിറ്റ്, അത് കഴിയുമ്പോഴേക്കും വി ആർ സീക്കിംഗ് ദ നെക്സ്റ്റ് അഡ്രിനാലിൻ റഷ്, അല്ലെങ്കിൽ നമുക്ക് പുതിയത് വേണം നമ്മുടെ ബ്രെയിൻ. ആ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടല്ലോ, പുതിയ പുതിയ കോണ്ടന്റുകൾ, പുതിയ പുതിയ ആളുകൾ, ഈ ഒരു അന്വേഷണം നമ്മുടെ ബ്രെയിനിന് കുറച്ച് ഇത് കൊള്ളാം എന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇതിന്റെ ചില ഇൻഫ്ലുവൻസ് നമ്മുടെ റിലേഷൻഷിപ്സിലും ഉണ്ട്. ഒന്ന് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ വി ഹാവ് അനദർ ഓപ്ഷൻ ഉള്ള ആ ഒരു സംഭവം ഉണ്ട്. അത് വേണ്ടെന്നല്ല, പക്ഷേ എന്ത് റിലേഷൻ ആണെങ്കിലും അത് ബ്യൂട്ടിഫുള്ളി അത് വളർന്നു വരണമെങ്കിൽ അതിന് കൊടുക്കേണ്ട മിനിമം എഫേർട്ടും സമയവും ക്ഷമയും ഒക്കെ ആവശ്യമുണ്ട്. എന്ന് വെച്ച് ടോക്സിക് റിലേഷനിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് അഡ്വക്കേറ്റ് ചെയ്യല്ല കേട്ടോ. പക്ഷെ ആ ഒരു ക്ഷമയും എഫേർട്ടും ഇടാൻ പലപ്പോഴും പറ്റാറില്ല. ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ആ സ്പാർക്ക് കഴിഞ്ഞു, റിലേഷൻ വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ഒരു പോയിന്റും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഉള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു മാരേജ് പോലൊരു കാര്യം കൺസിഡർ ചെയ്യാൻ. അതെനിക്ക് നല്ലൊരു ഉപദേശമായിട്ട് തോന്നി. കാരണം അല്ല, ഞാൻ എന്താ പറയുക, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സോണയും ഈ പേഴ്സണയും തമ്മിൽ കുറെ പേർക്ക് ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാ. ജോസഫിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ജോസഫിന്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഒക്കെ കണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും, ഈ ചെക്കനാണോ അത്? അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൺ ട്രോളൊക്കെ. പക്ഷെ ഞാനിപ്പോ വിചാരിക്കും ജോസഫിനെ നമ്മൾ അല്ലാത്തപ്പോ കാണുന്നത് ഭയങ്കര മറ്റേ ഗുഡ് ബോയ് ടാഗ് ഉള്ള പയ്യനായിട്ട്. പക്ഷെ ഇതിനെ കംപ്ലീറ്റ് പൊളിച്ചെടുക്കുന്ന തരത്തില് ഉള്ള സ്റ്റോറീസ് മാത്രം കണ്ടാൽ മതി ആളുടെ. സോ ഈ ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാവുമെന്ന് ജോസഫിന് തോന്നുന്നു. അതോ മനഃപൂർവ്വം ആ കൺഫ്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ? അല്ല, ശരിക്കും ഒറിജിനൽ സെൽഫ് ഇതാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളെയും ഞാൻ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരു ഇമേജ് എന്നുള്ളത് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബേസിക് സെൽഫ് എന്ന് പറയുന്നത് ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരാളെന്നാണ് എൻ്റെ ബോധ്യം. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളായിത്തീരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, നിങ്ങളിത് യൂട്യൂബിൽ വരുമെന്ന് ആലോചിക്കുക. ഞങ്ങൾ തമ്മിലായിരിക്കും ടോക്ക് സെഷൻ, ചിലപ്പോൾ അശ്വതി ഉണ്ടാവില്ല. പിന്നെ ഹ്യൂമറസ് സെൽഫ് എന്ന് പറയുന്നത് ബേസിക്കലി അതാണ്. പണ്ട് നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞു പോവാന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒറിജിനൽ എന്ന് എനിക്ക് തോന്നുന്നത് അശ്വതി ഹ്യൂമറാണ്. നമ്മൾ വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ വോയിസ് മോഡുലേഷൻ പവർഫുൾ ആക്കി ഒരു സെൻറ്റൻസ് ഇങ്ങനെ എത്തി അവർ കൈയടിക്കും. പക്ഷെ നമ്മളൊരു ഹ്യൂമർ പറയുമ്പോൾ അവർക്ക് ചിരി വന്നാൽ അവർ കൈയടിക്കുള്ളൂ. ആ കൈയടി ഒറിജിനലാണ്, ഒതൻറ്റിക് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു പേഴ്സണെ രണ്ടും ബാലൻസ് ചെയ്യാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ നല്ല കുട്ടി മനുഷ്യനും മോട്ടിവേഷണൽ ഇമേജും ഉള്ളത് കൊണ്ട് ആ ബ്രാക്കറ്റിൽ നിന്ന് പുറത്ത് കിടക്കാൻ കൂടിയാണ് നമ്മൾ ഈ പക്ഷെ കോൺഷ്യസ്ലി ചെയ്യുന്നത്. ഇപ്പം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ തോന്നലാണ്. ഇപ്പം ഇന്ന് ഭയങ്കര വിശന്നിരിക്കുന്ന നേരത്ത് ഞാൻ ചിക്കൻ സിസ്ലർ ഓർഡർ ചെയ്തു. അത് ചിക്കൻ ഇങ്ങനെ തിളക്കുകയാണ് നമ്മുടെ മുമ്പിൽ നിന്നിട്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോ ചുമ്മാ തിളച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇട്ടു. പിന്നെ എനിക്ക് അയ്യേ ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റോറി ഇടാമോ എന്ന് പോയത്. തിളയ്ക്കുന്ന ചിക്കനോട് ജന്തിയെ കണ്ടോ, തിളയ്ക്കുന്ന ചിക്കൻ, കമോൺ. തൊട്ടപ്പുറത്തെ സ്റ്റോറി ചിലപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഈ തിളച്ച ചിക്കനും ഈ മറ്റേ മോട്ടിവേഷനും പറ്റാത്ത ആ കൺഫ്യൂഷൻ്റെ ലൈഫിൽ ഉടനീളമുണ്ട്. ഇത് നിങ്ങളോടാണ് ഈ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പ്രശ്നം, ഇത് യൂട്യൂബിൽ വരുമ്പോൾ ഈ മൈക്കിലെ ശബ്ദം മാത്രമാണ് യൂട്യൂബിൽ കയറുക. നിങ്ങളുടെ ചിരി അതിനകത്ത് കയറില്ല. ഈ തിളച്ച ചിക്കൻ്റെ കോമഡിക്ക് നിങ്ങൾ ചിരിച്ചു, ഒരാൾ യൂട്യൂബിൽ കണ്ടത് തിളച്ച ചിക്കനും തമാശയും, ഇതിനെന്തോ ചളിയാണ് ഈ പറയുന്നത് എന്ന് പറയുള്ളൂ. ഈ ചിരിയും കിട്ടില്ല. അപ്പോൾ ഒറിജിനൽ സെൽഫ് നിങ്ങളോടാണ് പറയുന്നത്, ദിസ് ഇസ് മൈ റിയൽ സെൽഫ്. ഞാനിങ്ങനെ പൊട്ടത്തരം ചെറുപ്പരാണ്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വളരെ സീരിയസ് ആയി സ്നേഹത്തെക്കുറിച്ചും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും ജെനുവിൻലി ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ അശ്വതിയെ അവിടെ സംസാരിക്കുന്നത് കരുതി തന്നെ അശ്വതി ബുക്ക് പോയി തപ്പിപ്പിടിച്ച് ഞാൻ വായിച്ചത്. ആ ഒരു സെൻസ് ഓഫ് സീരിയസ്നെസ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷെ ബേസിക് അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ഹ്യൂമർ സെൻസ് ആണ്. അത് ഞാനല്ല പറയേണ്ടത്, ഇവരാണ് പറയേണ്ടത്, അല്ലെങ്കിൽ വായിക്കുന്ന ആളാണ് പറയുന്നത്. ഒരു ബുക്ക് പോലും നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ട്രെയിൻ, വന്ദേ ഭാരത് വീഡിയോ കോൾ പോലത്തെയുള്ള അനുഭവങ്ങൾ ചേർത്ത് ഒരു കുട്ടി പുസ്തകം മനസ്സിലുണ്ട്. അപ്പോൾ തമാശ ഒരിക്കലും ഒരു കോൺഷ്യസ്, അദ്ദേഹം ഒരു പാടുന്നൊരു മനുഷ്യൻ കൂടിയാണ്.
ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാണെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ ഒന്ന് ആദരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? മാൻ ഇസ് എ ഹാപ്പി മാൻ. അയാള് വിളിക്കുന്നു, പാട്ട് പാടുന്നു. എത്ര പേർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പാട്ട് പാടി വണ്ടി ഓടിക്കാൻ പറ്റും? ടെൻഷൻ, വീട്ടിലെ കൊച്ചിന്റെ കാര്യം, നാളത്തെ ലോണിന്റെ കാര്യം. ഹീസ് ചില്ലിങ്. സാറിനോട് തന്നെ സാർ ഇതൊരു ഐഡിയ എടുത്ത് ആദ്യമായിട്ടാണ് KLF ഇങ്ങനെ വരുന്നത്. എന്റെ തന്നെ കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാനാണ് ഇനി അശ്വതിയോട് ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? ചോദിച്ചോ. അശ്വതിയുടെ ഒരു കഥയില് രശ്മി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. രശ്മി കുറച്ച് ഇരുനിറമുള്ള ഒരു പെൺകുട്ടിയാണ്. രശ്മി കല്യാണം കഴിച്ചത് സുന്ദരനായൊരു ഭർത്താവിനെയാണ്. നമ്മൾ ഏൻഷ്യന്റ് പണ്ടത്തെ കാലം തുടങ്ങി ഈ നിറം ചർച്ച ചെയ്യപ്പെടുന്ന കഥകൾ നമ്മൾ വായിക്കുന്നു. ഞാനത് അശ്വതിയുടെ ഇത് കളിയിൽ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു അതിപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടില് അമ്മ കുറച്ച് നിറം കുറഞ്ഞ ഒരാളാണ്. എന്നോ ഒരിക്കൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു സെന്റൻസ് അത് അമ്മയെ എപ്പോഴും മുറിപ്പെടുത്തുന്നു. കൂട്ടുകാരൻ പറയുന്നത് ഇതാണ്: എടാ, പെൺകുട്ടിക്ക് നിറം, ആൺകുട്ടിക്ക് ക്യാരക്ടർ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണത്, എക്സ്ട്രീംലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അന്ന് ഞാൻ കാഷ്വൽ ആയിട്ട് ഇത് അമ്മയോട് പറയുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം എന്നത്തെ ഒരു ചർച്ചയിൽ നിന്റെ ആ കൂട്ടുകാരൻ പറഞ്ഞ സെന്റൻസ് ഇന്ന് എൻ്റെ മനസ്സിലുണ്ടെന്ന് ഒരു 60കളിലെത്തിരി സ്ത്രീ പറയുമ്പോൾ ഈ നിറം നമ്മൾ ഈ പറയുമ്പോൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ വളരെ അവെയറാണ്. ആ ഒരു കഥ അശ്വതി എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ കാളി എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ട് 1 വർഷമാവുന്നു. ഈ കഴിഞ്ഞ KLF-ലാണ് അത് റിലീസ് ചെയ്തത്. പക്ഷെ ഈ അടുത്ത കാലത്തും നിറത്തിന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ അല്ലേ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ടേതോ യുഗത്തിൽ നടന്ന കാര്യമാണ്, ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അത്രയധികം ഇൻസെക്യൂരിറ്റീസ് പേറുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് അങ്ങനെയൊക്കെ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇതിനെയൊക്കെ എടുക്കാൻ പഠിക്കണ്ടേ. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ കേട്ടെന്നിരിക്കും, നിങ്ങൾ ഇതിനെ എടുക്കാൻ പഠിക്കണ്ടേ എന്ന് പറയുന്നത്. പണ്ടുള്ളവർ കുറച്ചും കൂടെ ഒക്കെ ടോളറന്റ് ആയിരുന്നു ഇത്തരം തമാശകളിൽ. അതങ്ങനെ പറഞ്ഞു, സൊസൈറ്റി അങ്ങനെയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എടുക്കാനുള്ള സെൻസ് ഇല്ല എന്നൊക്കെ പറയും. എന്നാ ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയി മാറി എങ്കിൽ ഇനിയെങ്കിലും നമുക്ക് കൺസിഡറേറ്റ് ആയിക്കൂടെ? നമ്മൾ ഇത്തരത്തിലുള്ള ഒരാൾക്ക് അത്രയധികം ഡീപ്പിൽ ഹേർട്ട് ആവുന്ന എന്നാൽ ഒരിക്കലും പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്ത ചില ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ അത്ര തമാശയായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, എൻ്റെ മകള് പലപ്പോഴും പലരെയും ഇതുപോലെ തിരുത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് 11 വയസ്സാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഹെൽപ്പിന് വരുന്ന ചേച്ചി ഇതുപോലെ വേറെ ആരെങ്കിലും കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഇവർ മിക്കപ്പോഴും ആ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നിറത്തിനെ കുറിച്ചോ അവരുടെ പല്ലിന്റെ ഷേപ്പിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അതവർ കളിയാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ അത് എടുത്തു പറഞ്ഞിട്ടായിരിക്കും ആളെ പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ പോലും ഇവള് പെട്ടെന്ന് ഇടയ്ക്ക് കയറിയിട്ട് പറയും, ആൻറ്റി അത് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയല്ല ഒരാളെ പറയേണ്ടത്, അങ്ങനെ മാത്രമല്ല എന്നുള്ള തരത്തിൽ. അപ്പൊ കുട്ടികൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി തുടങ്ങി ഈ ഒരു ജനറേഷനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ജെൻ ആൽഫ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തില്. ജെൻസി ഇതിന്റെ ഇടയ്ക്ക് അവിടെയല്ല ഇവിടെയല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഞാനൊരു ഈ ഒരു കാര്യം പറഞ്ഞപ്പോ, പണ്ട് ഞങ്ങൾ ദുബായിലാണ് കുറച്ചു കാലം ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ക്ലീനിങ്ങിന് വരുന്ന സാമി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആള് തമിഴ്നാട് സ്വദേശിയായിരുന്നു. അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും, കാരണം ഞാനിത് വേറെ എവിടെയും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. എഴുതണം എന്ന് വിചാരിച്ച് പലവട്ടം തുടങ്ങിയിട്ട് പകുതിയാകുമ്പോൾ കൈ വറച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പയ്യൻ വീട്ടിൽ ക്ലീനിങ്ങിന് വരുമായിരുന്നു. അപ്പൊ എൻ്റെ ആദ്യത്തെ കുട്ടീനെ പ്രസവിച്ചിട്ട് ഞാൻ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ്. ആ സമയത്ത് ഈ പയ്യൻ പറഞ്ഞു, അവൻ ഈ അനധികൃത വിസയിൽ അവിടെ നിന്നിരുന്ന പയ്യനാണ്, പ്രോപ്പറായിട്ട് വിസയൊന്നുമില്ല. പക്ഷെ ആളുടെ കല്യാണം ഉറപ്പിച്ചു, ആള് നാട്ടിൽ പോവാണ് എന്ന് വന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ യാത്ര പറയാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണ സമയത്ത് എൻ്റെ ഭർത്താവിന് സമ്മാനം കിട്ടിയിരുന്ന ഷർട്ടുകളിൽ നിന്ന് 2-3 ഷർട്ടും
ഭർത്താവ് നേരത്തെ എന്നെ തന്ന് ഏൽപ്പിച്ചിട്ട് പോയ ഇയാൾ വരുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റെ കല്യാണത്തിന് സമ്മാനമായിട്ടുള്ള കുറച്ച് പൈസയും ഒക്കെ കൊടുത്തിട്ടാണ് ഇവനെ യാത്രയാക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത്, ഞാനും കുഞ്ഞും മാത്രം വീട്ടിലുള്ള സമയത്ത് എന്നെ നാട്ടിൽ നിന്ന് എൻ്റെ മദറിൻലോ വിളിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് അറിയാം, ഈ പയ്യനെ അറിയാം. അമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, മോനെ സ്വാമിക്ക് എന്നാ പറ്റിയെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇല്ല അമ്മ അറിയില്ല. അപ്പം ഞാൻ അതാ പറയാം, ഞാൻ ഈ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിലാണ്. ഈ പയ്യൻ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഒരു ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ഐ വാസ് ഷോക്ക്ഡ്. എനിക്ക് തൊട്ടും എടുക്കാൻ പറ്റുന്നില്ല. എനിക്കിത് റിയാലിറ്റി ആണോ എന്താ, ബിക്കോസ് അത്രയും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പയ്യനാണ്. അപ്പൊ എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ നല്ല മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള നല്ല കറുപ്പ് നിറമുള്ള ഒരു പയ്യനാണ്. അപ്പോ ഇവൻ നാട്ടിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ കാണാൻ പോകുന്നത്. ഈ പെൺകുട്ടി ഇവൻ കണ്ടിട്ടില്ല. കാണാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ, നിന്നെ എന്തായാലും അവർക്ക് ഇഷ്ടാവില്ല എന്ന്. ആ പറഞ്ഞതിന്റെ ഇൻസെക്യൂരിറ്റിയിൽ പെണ്ണ് കാണാൻ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ സമയത്ത് ഇവൻ കൂടെ പോകാതെ അകത്തെ മുറിയിൽ കയറിയിട്ട് സൂയിസൈഡ് ചെയ്തു. അപ്പൊ ഇതാണ്. എന്നാൽ ഇവൻ എത്ര പ്ലസന്റ് ആയിട്ട് എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് സന്തോഷിച്ച് നടന്നിരുന്നത് പയ്യനാണെന്നറിയോ. അപ്പൊ നമുക്ക് ഒരിക്കലും അറിയില്ല ഒരാളുടെ ഉള്ളില് നമ്മൾ തമാശയ്ക്ക് പറയുന്ന ചില കാര്യങ്ങൾ പോലെ എത്ര അധികം ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ അനുകമ്പയുള്ള, എമ്പതി ഉള്ള മനുഷ്യരാവുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ തമാശയ്ക്കാണെങ്കിൽ പോലും ഉണ്ടാക്കുന്ന ചില ജോക്സിന് കുറച്ചും കൂടെ ബോധപൂർവം നമ്മൾ പരിഗണിക്കാൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിനെ കുറച്ചും കൂടെ നമ്മളെ കംപ്ലീറ്റ് ആക്കുന്നത് ഇതാണെന്നുള്ള ഒരു സെൻസിൽ നമ്മളെ തന്നെ ഒന്ന് എംബ്രേസ് ചെയ്യാൻ, അത് നമ്മൾ പഠിക്കുകയും കൂടെ വേണം. ആ ഒരു ലേണിംഗും കൂടെ വേണം കേട്ടോ. എല്ലാവരും നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ സൊസൈറ്റി അത്ര എംപത്തറ്റിക് ആയിട്ടുള്ള സൊസൈറ്റി ഒന്നുമല്ല. അതുകൊണ്ട് ആ എംപതി ആദ്യം നമ്മളോട് കാണിക്കാനും കൂടെ പഠിക്കണം എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. യെസ് ജോസഫ്, ഇപ്പൊ എഴുതുന്ന ഒരാളുടെ ആ എഴുതുന്ന ഒരു ഫേസും നമ്മൾ ഇത്ര ആളുകളോട് ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു ഫേസും, അത് രണ്ടാണ് അല്ലേ? ഈ ഒരു എഴുത്ത് എന്ന് പറയുന്ന ഒരു ഫേസിന് അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? അതൊരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ, അതോ ഒരു ജേർണലിംഗ് പോലത്തെ പ്രോസസ് ആണോ? എന്താണ് ജോസഫിന് എഴുത്ത്? ഞാൻ എഴുതുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പീസ് ഓഫ് മൈൻഡും, ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ ഫ്ലോ എന്നൊരു വാക്കാണ് അതിനെ പറയാം. നമ്മൾ ഈ പരിസരം മറന്ന് എല്ലാം മറന്ന് എൻജോയ് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ ഫ്ലോ എന്നാ പറയാം. ഞാൻ എൻ്റെ ഫ്ലോ കണ്ടെത്തുന്നത് എഴുത്തിലാണ്. ചിലപ്പോൾ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ഒരു സ്റ്റോറി ആണെങ്കിൽ എനിക്ക് അതിനെ എത്രയും ഭംഗിയായിട്ട് എഴുതണം. അതൊക്കെ ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു കഥ എഴുതി തീരാറുണ്ട്. ചിലത് നമ്മളൊരു ആശയം പറയാൻ ശ്രമിക്കും. ഇപ്പോൾ പുതിയതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിൽ ഫിലോസഫി ഓഫ് മണി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. പൈസയെ കുറിച്ചുള്ള എൻ്റെ ജ്ഞാനബോധം എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ഇപ്പം പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. പൈസ ഓരോ സ്റ്റേജുകളിലും എനിക്ക് എന്തായിരുന്നു, ഇപ്പം എന്താണെന്നുള്ളതാണ്. പക്ഷെ അത് എഴുതണമെങ്കിൽ നമ്മൾക്കൊരാശയം കിട്ടി അതിനെ കുറേ നേരം അതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളൊരു ആശയം എഴുതിക്കൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും ചിലപ്പോൾ അമ്മ കടയിൽ പോകാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു ഗസ്റ്റ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ അത് മുറിഞ്ഞു പോകും. നമ്മൾ ഈ തീ പിടിച്ചിരിക്കുന്ന സമയത്ത് എഴുതണം എന്നാ പറയാ. നമ്മളിങ്ങനെ, എനിക്ക് അശ്വതി 9 മാസം കൊണ്ട് ഇത്തരം കഥകൾ എഴുതിയെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. സോറി, 1 മാസം കൊണ്ട് 9 കഥ, അത് അതിലും വലുത്. ഞാൻ കുറച്ചുകൂടി കയറ്റിപ്പിടിച്ചതായിരുന്നു. അപ്പം എനിക്ക് 4 വർഷമാണ് ഒരു പുസ്തകത്തിൽ എടുക്കുന്നത്. 4 വർഷം. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന്, ചിലപ്പോൾ എൻ്റെ ഓവർ തിങ്കിങ് ആണോ, ആ ബുക്ക് എടുക്കുന്ന ആളോട് നീതി പുലർത്തണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. പക്ഷേ ഞാൻ അഗെയിൻ അശ്വതി അത് എഴുതിയ ബുക്ക് വായിക്കുമ്പോൾ ദാറ്റ്സ് ഇനഫ്, യു ആർ ഓൾറെഡി റൈറ്റിംഗ് ബ്യൂട്ടിഫുള്ളി. അല്ല, ഞാനിപ്പോ ആദ്യത്തെ പുസ്തകം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടാണ് ഈ 1 മാസം എടുത്തത്. ഞാൻ ആദ്യത്തെ പുസ്തകം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പുസ്തകം. അതും കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് 3ാമത്തെ പുസ്തകം. ഇപ്പം 4ാമത്തെ വർഷത്തിലേക്ക് കയറാൻ പോകുന്നു. അപ്പൊ എഴുത്ത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ എന്നോട് നിങ്ങൾ വന്നിട്ട് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞാലും സ്റ്റാറ്റസിൽ കാണാറുണ്ട്, എന്നോട് ചിലർ മൊബൈലിൽ വരാറുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ഈ മൊബൈലിൽ വരാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മനോഹരമായ പ്രയോഗമാണ്. പെട്ടെന്ന് മൊബൈൽ കാണാൻ ഞാനത് കയറിയിരിക്കുന്നു. അങ്ങനെ സാർ മൊബൈലിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് പലവിധ കാഴ്ചകൾ. പക്ഷേ ഞാൻ ഈ അടുത്തിടയ്ക്ക് താമരശ്ശേരിയിൽ ലിസ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോളേജ് ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ലൈബ്രറി വന്നിട്ട് ബുക്കൊന്ന് സൈൻ ചെയ്യുമെന്ന് വെച്ചു. എൻ്റെ ഏറ്റവും അബ്യൂസ് ചെയ്യപ്പെട്ട പുസ്തകം അതാണ്. അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവ്ലി. ഒരുപാട് പേര് മറച്ച് തിരിച്ചത് വായിച്ചത് കീറി, സാർ ഇതിനും നല്ല ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിന് മോശപ്പെട്ട ബുക്ക് എനിക്ക് തരാനാണ് പറഞ്ഞത്. കാരണം ഒരുപാട് പേര് മറച്ചതിൻ്റെ അടയാളങ്ങൾ അതിനകത്ത് ബാക്കിയുണ്ട്. നമ്മൾ രാത്രി ഇരുന്ന് സമയം മാറ്റിവെച്ച് ചിലപ്പോൾ പള്ളിയിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ച്
നമ്മളൊരു സംഗതി ഇങ്ങനെ പൂട്ടി പബ്ലിഷർക്ക് കൊടുക്കുകയാണ്. അത് ഇവർ റെയിൽവേ സ്റ്റേഷനിലിരുന്നും റോഡ് സൈഡിലിരുന്നും വായിച്ചിട്ട്, സാർ ഞാനിത് വായിച്ചു, ആ കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സകലയെ എനിക്ക് മനസ്സിലാവുന്നൊക്കെ പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന കാര്യം. പിന്നെ ആസ് എ റൈറ്റർ ആണ്. പിന്നെ നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നേരത്ത് നമ്മുടെ വീഡിയോ ഒരാൾ കാണുന്നതിനേക്കാളും സന്തോഷമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ബുക്ക് കൊണ്ടുപോയിക്കും. ഒരിക്കൽ ഇത് അശ്വതിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, എൻ്റെ മുമ്പിൽ എൻ്റെ ബുക്ക് ഉൾപ്പെടെ കുറേ ബുക്ക് നിരത്തി വെച്ചേക്കാം. എൻ്റെ ഓപ്പോസിറ്റുള്ള ചേട്ടൻ ഓരോ ബുക്കുകളായിട്ട് മറയ്ക്കുന്നു. അവസാനം ദൈവത്തിൻ്റെ ചാരന്മാരെടുക്കുന്നു. ഞാൻ നോക്കിക്കണത് ദൈവമേ, ഞാൻ നോക്കുന്നു, മറയ്ക്കുന്നു, ഒറ്റ ഇടലാണ് ഇങ്ങോട്ട്. നമ്മളിതാ കാരണം ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. ചിലത് ലുലുമാൾ ക്രോസ് വഴി പോകുമ്പോൾ ഇടയ്ക്ക് അവിടെ പോകുന്നത് ആസ്വദിക്കുന്നില്ല. നമ്മുടെ ബുക്കിനെ കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കിട്ടും. ഒരു കുട്ടി എടുക്കാൻ പാടില്ല, അത് എടുക്കണ്ട, അത് മോട്ടിവേഷനാന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എടോ ഒക്കെ പറയാനും പറ്റില്ല. ചിലർ നമ്മളോട് തന്നെ ചോദിക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ ബുക്കിന്റെ പേര് മാറ്റി പറയുക. ഇത് ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് പോയപ്പോൾ സാറേ എൻ്റെ മോന് ആദ്യം വാങ്ങിച്ചു കൊടുത്ത സാറിന്റെ ദൈവത്തിന്റെ ചെകുത്താന്മാരാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഓക്കെ മാം, സന്തോഷം. കാരണം ഇതൊക്കെയാണ് നാളെ നമ്മുടെ കഥകൾ. ഇപ്പോ ഈ രാത്രി ഒരു ഈവനിങ് സമയത്ത് കടലിന്റെ തീരത്ത് വീട്ടിലെ തിരക്കുകൾക്കിടയിൽ മാറ്റി വരുമ്പോൾ അത് പറഞ്ഞ് ഇവരൊന്ന് ചിരിക്കണ്ടെങ്കിൽ നമുക്കത് മതിയല്ലോ. അപ്പൊ ഏറ്റവും ആഴത്തിൽ എനിക്ക് സന്തോഷം എഴുത്ത് തന്നെയാണ്. ഒരു സിനിമ രണ്ട് പടം അഭിനയിച്ചിട്ടുള്ളൂ. സിനിമാ താരെന്നോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കറെന്നോ ഒക്കെ പറയുന്നതിനേക്കാളും എഴുത്തിന് എന്തോ ഒരു ഹോളിനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസ് എ റൈറ്റർ ഐ ഡു എൻജോയ് ദാറ്റ്. അതിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ എനിക്ക് അശ്വതിയോട് പെട്ടെന്ന് ചോദിക്കാം. പിന്നെ ബാക്കി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാന്നാണ് തോന്നുന്നത്. അശ്വതി, ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളൊക്കെ പോയി തീർന്നു ഏകദേശം. നോക്കുമ്പോൾ ഇപ്പൊ അശ്വതി സീരിയലിൽ അഭിനയിക്കുന്നു. ആങ്കറിങ് ഇപ്പോൾ ചെയ്യുന്നില്ല, പക്ഷെ സ്വന്തമായിട്ടൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബിക്കമിങ് എന്നാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. അശ്വതിയുടെ കീഴിൽ ദർ ആർ പീപ്പിൾ വർക്കിംഗ് അലോങ് വിത്ത് യു. ഇതിനിടയിൽ 2 മക്കൾ, കമലയുടെയൊക്കെ കുസൃതിയിൽ ഞാൻ സീരിയൽ നിന്ന് കാണുന്നതാണ്. ഇപ്പം ഞാൻ ഒരു സിംഗിൾ ആയിട്ട് പോലും ഇപ്പം വീട്ടിലെ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അപ്പം വന്നിട്ട് കറണ്ട് ബില്ല് ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്നത് നമ്മൾ ആ ക്ലൈമാക്സ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് അപ്പനോട് അപ്പം ചെയ്യാം, പെട്ടെന്ന് ചെയ്യടാ. കേട്ടോ, അയൽവക്കത്തെ ആളവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ വീടിൻ്റെ ഉത്തരവാദിത്വം അപ്പനാണ്. അപ്പോൾ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റിൻ്റെ എൻ്റെ ബില്ല് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കണ നേരത്ത് ചിലപ്പോൾ ആലോചിക്കും, നമ്മൾ പറഞ്ഞ വീഡിയോസ് നമുക്കെതിരെ തിരിയുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചൂടാകുമ്പോഴാണ് അല്ലേ. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തുട്ടാപ്പാന്ന് ചോദിക്കുന്നതും അവസാനം നമ്മൾ തന്നെ വീഡിയോ കാണുന്നു, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നു. അപ്പൊ ചില വീഡിയോസ് നമുക്കെതിരെ ഇങ്ങനെ കൊഞ്ഞനം കുത്തും. ചിരിക്കാൻ വേണ്ടി പറയല, കാര്യമായിട്ട് പറയാനാണ്. അപ്പോ അശ്വതി കുറെ കൂടി ഒരു മക്കളുടെ ഉത്തരവാദിത്വം, ഹസ്ബൻഡ്, ഇപ്പൊ ഒരു സ്ഥാപനം, അതിനിടയിൽ ആശയങ്ങൾ ദിനം പ്രതി പറയുന്നു. എന്തെങ്കിലും പറയുന്നത് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? അതായത് നമ്മൾ ഇന്നൊരാൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നു, കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇതായിരുന്നില്ല ഞാൻ കൊടുക്കേണ്ടിയിരുന്നു. കാരണം ചില സമയത്ത് ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ എത്രത്തോളം പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞ ആശയങ്ങൾ എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ചേഞ്ച് ഉറപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു കാലത്ത് നമ്മൾ വളരെ ഇതാണ് സത്യം എന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും നമ്മുടെ സത്യങ്ങളല്ലാണ്ട് മാറും കുറച്ചു കാലം കഴിയുമ്പോൾ, അല്ലെ? അതിപ്പം ചില വിശ്വാസങ്ങളുടെ കാര്യം ആയിക്കോട്ടെ, നമ്മുടെ റിലീജിയസ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ഒരു സമയത്ത് നമുക്കത് ദൈവം എന്നുള്ള ഫോമിലാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രായം മാറുന്നതനുസരിച്ചിട്ട് ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്, ഇതൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചില സമയത്ത് ഞാൻ പറയും. ചില സമയത്ത് പറയും അല്ല, എനിക്കിത് അമ്പലത്തിൽ പോയാലേ വർക്കാവുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നും. ലൈക്ക് ഇറ്റ് കെപ്റ്റ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നടക്കാറുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ. ചില സമയത്ത് കുട്ടികളുടെ കാര്യത്തിൽ അത് സംഭവിക്കാറുണ്ട്. നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷെ ആർക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു പെർഫെക്റ്റ് പേരന്റ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നല്ല പേരന്റ് ആവാം, പക്ഷെ ഒരു പെർഫെക്റ്റ് പേരന്റ് ആർക്കും ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനും ഇതുപോലെ എല്ലാവരോടും പറയും, നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം, നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കരുത് എന്ന് ഞാൻ പറ്റുന്ന അത്രയും ആളുകളോട് പറയാറുള്ള ഒരാളാണ്. പക്ഷെ ചില സമയത്ത് നമുക്കിത് നടക്കൂല. കാര്യം ഒന്നാമത് നമ്മൾ എന്തെങ്കിലും വർക്കിന്റെ ഇടയ്ക്കായിരിക്കും ഇവർ ഏറ്റവും അധികം കാര്യം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് എൻ്റെ മൂത്തവള് കൃത്യമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കും, അമ്മ കഴിഞ്ഞ ദിവസം എപ്പോഴും പറഞ്ഞായിരുന്നു കുട്ടികളോട് സംസാരിക്കുമ്പോൾ കണ്ട്, ഞാൻ പറയും മാറ്റി വെച്ച
നീ പറ എന്ന് പറയേണ്ട സിറ്റുവേഷൻ ഉറപ്പായിട്ടും വരാറുണ്ട്. ഇതുപോലെ എപ്പോഴും മാറ്റി പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പേരന്റിങ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട് ആവണം എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന, നിങ്ങൾ കുട്ടിയുടെ ഫ്രണ്ട് ആവൂ എന്ന് പറയാറുണ്ട്. നടക്കൂല, നോക്കണ്ട, വെറുതെ ആണ് എന്നാണ് എനിക്ക് ഈ മൊമെന്റിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് കുട്ടിയോട് ഫ്രണ്ട്ലി ആവാം, നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആവാം, പക്ഷെ കുട്ടിക്ക് ഫ്രണ്ട്സ് ഒക്കെ വേറെ ഉണ്ടായിക്കോളും. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഈ ജെൻ ആൽഫേന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് ഓക്കെ ബാഡി എന്നൊക്കെ പറയുമ്പോ അവര് എന്തുന്നമ്മ എന്ന് പറയും. അപ്പോ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനിലും ഫ്രണ്ട്ഷിപ്പിന്റെ എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് സൗഹാർദ്ദപരമായിട്ട് നമുക്ക് പെരുമാറാം. പക്ഷെ നമ്മളായിരിക്കണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വാശി പിടിക്കുകയും ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള തരത്തിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുകൂടെ പറഞ്ഞിട്ട് പോവാം, പല റോൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെയും ഞാൻ ഈ ഒരു കാര്യമാണ് എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. എല്ലാം ഒന്നും പെർഫെക്റ്റ് അല്ല. പേരന്റിങ്ങിൽ ചില ദിവസം പാളിപ്പോവും, ചില ദിവസം അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കും, ചില ദിവസം ഓഫീസിലെ ഒരു കാര്യമായിരിക്കും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒറ്റ ലൈഫല്ലേ ഉള്ളൂ ഇതൊക്കെ കൂടെ ചെയ്യാൻ. സോ എനിക്കിതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു എൻ്റെ വാശി കൊണ്ടാണ്, ആൻഡ് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നെനിക്ക് വാശി ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഇത് പലതും നടന്നു പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. വളരെ റീസെൻ്റ്ലി ആയിട്ടൊരു സുഹൃത്തായിട്ട് ഋഷികേഷ് എന്നാണ്, എൻ്റെ ബുക്കിൻ്റെ അവതാരികയുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ റെലവൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഈവനിങ്ങിൽ അത് എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് തോന്നുന്നു. ഐഡിയൽ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെന്നുള്ളതാണ്. ഐഡിയൽ ഹസ്ബൻഡ് ഇല്ല, ഐഡിയൽ വൈഫില്ല, ഐഡിയൽ ബ്രദർ, ഐഡിയൽ എന്ന് പറഞ്ഞ ഒന്നില്ല. കമലഹാസൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അഭിനയിക്കുന്ന നേരത്തെ എന്നോട് ഡയറക്ടർ പറയുന്നു, കമലെ റൈറ്റിലേക്ക് മാറൂ എന്ന് പറയുമ്പോൾ കമലഹാസന്റെ റൈറ്റിലേക്കാണ് മാറുന്നത്. അപ്പൊ ഡയറക്ടറിന്റെ റൈറ്റ് അല്ല കമലഹാസൻ റൈറ്റ്. നമ്മുടെ ശരികളല്ല മറ്റുള്ളവരെ ശരി. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏതൊരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലും ഇത് ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കൽ പോലും കരുതരുത്. ഇതിനെ കേൾക്കുക, നിങ്ങൾ തന്നെ ഇവോൾവ് ആവുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒന്നിനെ നിഷേധിക്കാതിരിക്കുക, സ്വീകരിച്ച് അതിനെ ഒന്ന് മനനം ചെയ്യുക, അതിൽ നിന്ന് കുറച്ചുകൂടി പുറത്തേക്ക് വരിക. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞങ്ങൾ ഉത്തരങ്ങൾ പറയാം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഗോവിന്ദ്. ജോസഫിന്റെ അവോയ്ഡിങ് ചാറ്റ്സിലൊരു സ്മാരകമായി ആവേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ കൊല്ലം ഈ KLF വന്നപ്പോൾ എങ്ങനെയൊക്കെയോ ചാടി കയറി ഞാനൊരു ഫോട്ടോ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അങ്ങനെ അതിൽ ഞാനൊരു ചാറ്റ് കണ്ടിന്യൂ ചെയ്തു. ആ കണ്ടിന്യൂ അടുത്ത് ജോസഫ് ഇട്ടച്ചു പോയി. അതപ്പം ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. റിപ്ലൈ തന്ന് കേട്ട് ഇവൻ പോക്കാം, ചാറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് അദ്ദേഹം എത്തി. ആ സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റും ഇവിടെ ക്യാമറയുടെ മുമ്പിൽ 100%. പക്ഷേ എന്റെ ചോദ്യം അതല്ല. നമ്മുടെ അശ്വതി ചേച്ചിയും ജോസഫും ഇപ്പൊ പറഞ്ഞു ജെൻ സെഡ്, ജെൻ ആൽഫ, 90s എന്നീ 3 കാലഘട്ടം അല്ലെങ്കിൽ ഇവരെ മെൻഷൻ ചെയ്യാൻ ഇടയായി. ഒറ്റ മൈൻഡ്, തന്ത വൈബ്, രണ്ടെണ്ണവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അന്നപ്പോ കഴിഞ്ഞ ദിവസം മലപ്പുറത്തോ കൊല്ലത്തോ ഒരു വിദ്യാർത്ഥി മാഷിനെ കയറി കൊലവിളി നടത്തുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ടായി. അതേപോലെ തന്നെ അതിനെ എതിർക്കുന്നവരെ തന്ത വൈബ് എന്നുള്ളൊരു ലെവലില് നമ്മുടെ വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തുന്ന ഒരു കമന്റ്സ് ഞാൻ അതിൽ വായിച്ചു. അന്നപ്പം എന്താണ് ഈ തന്ത വൈബിനെ പറ്റി പറയാനുള്ളത്? എന്താണ് ഈ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഈ ഒറ്റ മൈൻഡ് എന്നുള്ള ലെവലിൽ വിദ്യാർത്ഥികളുടെ പോക്കിനെ പറ്റി പറയാനുള്ളത്? ഞാനും ഒരു 20 വയസ്സുകാരനാണ്. അതപ്പം എനിക്കും തോന്നുന്നുണ്ട്, കാരണം എൻ്റെ അനിയന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്താണ് ഈ ചെയ്യുന്നത്, സാറല്ലേ ഇത്, അല്ലെ ഇവരെ അധ്യാപകരല്ലേ, ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ എത്തിപ്പോകുന്നു. അന്നപ്പം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ തന്ത വൈബ് അല്ലെങ്കിൽ ഈ ഒറ്റ മൈൻഡ് എന്നുള്ള വാക്കുകളോട് അല്ലെങ്കിൽ ഈ പ്രയോഗങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? തന്തവൈബിനെ കുറിച്ച് എന്തോ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനെ കുറെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാ കാലങ്ങളും ഈ പറയുന്ന തന്തവൈബ് ഉണ്ടായിട്ടുണ്ട്. 60s അല്ലെങ്കിൽ പണ്ട് കാലത്ത് അപ്പച്ചൻ്റെ ഒപ്പം പണിക്ക് പോകാണ്ട് പുസ്തകം വായിച്ചിരിക്കുമ്പോൾ അപ്പോൾ കുറ്റപ്പെടുത്തുമായിരുന്നു, ഈ പുസ്തകം വായിച്ചിരിക്കാണ്ട് അപ്പൻ്റെ ഒപ്പം പണിക്ക് പോടാണ്. ഇന്നിപ്പോൾ പറയുന്നത് മൊബൈൽ നോക്കിയിരിക്കാണ്ട് പുസ്തകം വായിക്കുന്നതാണ്. അപ്പം എല്ലാ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിലെ യങ്ങർ ജനറേഷൻ കുറ്റം കേട്ടിട്ടുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അത് നിനക്ക് ചെയ്യാവുന്ന കാര്യം, നീ വലുതായി കഴിയുമ്പോൾ
ഈ പറയുന്ന തന്തവൈബ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഈ തന്തവൈബ് ഞാനൊരിക്കലും എഗ്രി ചെയ്യുന്നില്ല ആ വാക്കിനോട്. മെച്യൂരിറ്റിയാണ് തന്തവൈബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ തല്ലുമ്പോൾ തിരിച്ചു തല്ലുന്നതല്ല, വിട്ടുകളയലാണ് സമാധാനമൊന്നും. നമ്മളെ കാത്ത് വീട്ടിൽ ഒരു അപ്പനും അമ്മയും ഉണ്ടെന്നും ഒക്കെ ഈ സ്ലോ മോഷനിൽ ഇടിച്ച് പൊടി പറത്തി മാസ് കാണിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വ്ളോഗ് ചെയ്ത വീഡിയോ ചെയ്ത എല്ലാ ഇൻസ്റ്റഗ്രാം റീലേഴ്സും അവരെ മക്കളത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡു യു തിങ്ക് അവരിങ്ങനെ മൂക്കിനിടിച്ചിട്ട് സ്ലോ മോഷനിൽ മാസ് ബീജിയം ഇടുന്നത് അവർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കുട്ടി സാറിനെ കൊല്ലൂ എന്ന് പറഞ്ഞ കാര്യം 1950s അധ്യാപകന് സ്കൂളിൽ കയറി വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇത് ജനറേഷൻ്റെ പ്രശ്നമൊന്നുമല്ലെന്നേ. ഇന്ന് ക്യാമറയുണ്ട്, വൈറലാക്കി വീഡിയോ ചെയ്യാനുണ്ട്. പണ്ട് എത്രയോ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് പല കാര്യങ്ങളും. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഓരോ ജനറേഷനും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ജനറേഷൻ മോശമാണെന്ന് ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒറ്റ മൈൻഡ് ദീസ് ആർ #, വിച്ച് ആർ ലുക്കിംഗ് ഫോർ വ്യൂസ്. നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റി അല്ല, എത്ര വ്യൂസ് കിട്ടിയെന്നുള്ളതല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുമ്പോൾ അയാൾ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണോ എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഇന്ന് വ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഒറ്റ വൈബ്, ഒറ്റ മൈൻഡ്, തന്ത വൈബ്. എഗെയിൻ ഇത് കട്ട് ചെയ്ത് റീലിട്ടാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെക്കാളും വൈറലാകുമെന്ന് ഈ ഒറ്റ വൈബും കിട്ടണില്ല കേട്ടോ. മൊത്തം ഇതുപോലത്തെ ടേംസ് ഇനി ഉണ്ടാവും. നമ്മൾ കുറച്ച് പേർക്ക് വിസ്ഡം ഉണ്ടാവുക. ഇത് കാലഘട്ടത്തിൻ്റെയാണ്, ഇത് വ്യൂസിനാണ്, ഇത് ട്രെൻഡാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ലൈഫിന് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അപ്പനോട് തന്ത വൈബ് എന്ന് പറയാം. കാരണം അദ്ദേഹം എൻ്റെ അപ്പനാണ്. കാരണം പിന്നെ ഇതൊരു പറയാനൊരു സുഖമുണ്ട്, അത്രയൊക്കെ എനിക്ക് തോന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ മൈ അപ്പോളജീസ്. ഇപ്പം നീ പറഞ്ഞ രീതി ഞാൻ എന്തോ വളരെ വൃത്തിയായിട്ടായിട്ട് എന്നോട് ചാറ്റ് ചെയ്യുന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞൂടാ, അതാണ് ഞാൻ ചോദിച്ചത്. പൊതുവേ അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ട് എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവണം. നിന്റെ ഒറ്റ മൈൻഡ് ശരിയല്ല കേട്ടോ. ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ജനറേഷൻ വൈസ് കാറ്റഗറൈസ് എന്നൊരു കാര്യം പറഞ്ഞല്ലോ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പറയുന്ന ജെൻ ആൽഫ ആയിക്കോട്ടെ, ജെൻ സി എന്നൊക്കെ പറയുന്ന ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ടെക്നോളജിയുടെ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ള ആളുകളാണ്. അപ്പം എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഇതിന് മുന്നത്തെ ജനറേഷനെ കഴിഞ്ഞൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ഡിജിറ്റൽ ലൈഫും കൂടെ ഇവർ പാരലലി ഇവർ തുടങ്ങുന്ന സമയം തൊട്ട്, ഇവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഈ ഒരു ഡിജിറ്റൽ എക്സ്പോഷറും കൂടെ കൂടുതലായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്ക് വിഷ്വൽ ലേണേഴ്സ് ആവാനുള്ള ചാൻസസ് ആണ് കുറച്ചും കൂടെ ഹൈ ആയിട്ട് കാണുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ കൂടുതലും കണ്ടാണ് പഠിക്കുക. കേട്ടും വായിച്ചും പഠിക്കുന്നതിന് കഴിഞ്ഞും വിഷ്വൽ ലേണേഴ്സ് ആണ്. അതുപോലെ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ 1 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിലും ഫോൺ കൊടുത്തേ ആ കൊച്ചിന് കൃത്യമായിട്ട് അറിയാതെ എങ്ങോട്ടേക്കാണ് സ്ക്രോൾ ചെയ്യേണ്ടതെന്നും എവിടെ ഞെക്കിയാലാണ് ഫോൺ ഓൺ ആവുക എന്നുള്ളതും വളരെ പെട്ടെന്നാണ് കുട്ടികളത് ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജിക്കലി ഭയങ്കര പെട്ടെന്ന് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി കുറച്ചും കൂടെ വൾണറബിൾ ആയിട്ടുള്ള ജനറേഷൻ ആണ് എന്നും സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഈ ഇമോഷണൽ വൾണറബിലിറ്റി ആ ഒരു സാധനം ഇപ്പോൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്. 13-14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ പണ്ടൊക്കെ ഉള്ള കുട്ടികളിലെ ഇതേ പ്രായക്കാരെ കമ്പയർ ചെയ്യുമ്പോഴേക്കും അഗ്രഷൻ കൂടി വരുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള റീസൺ എന്താണെന്നുള്ളത് അത് നമ്മൾ പേരൻറ്റിങ്ങിൽ തൊട്ട് ബേസിക് കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ കുറച്ചും കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് ഇവരിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളത് പഠിക്കാൻ കുറച്ചും കൂടെ പണ്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു പേരന്റിങ്ങിന്റെ കാര്യത്തിൽ ഇന്നത്തെ കുട്ടികളെ വളർത്തുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആവണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പണ്ടത്തെ അമ്മൂമ്മമാര് 11 മക്കളെ വളർത്തിയിട്ട് 15 മക്കളെ വളർത്തിയിട്ടുണ്ട്, നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ വന്ന് പെറ്റിട്ട് പോയിട്ടുണ്ട്. അപ്പൊ മറ്റേ ഇതുണ്ടായിരുന്നില്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ല, മുലപ്പാലിന്റെ കുറവുണ്ടായിരുന്നില്ല, നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നമില്ല, പിള്ളേരെ വളർത്താൻ ഒരു പ്രശ്നമില്ല എന്ന് പറയും. പക്ഷേ ആ പിള്ളേർക്കൊക്കെ വളരെ മിനിമം നീഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭക്ഷണം കഴിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ട പോലും ആവശ്യമില്ല, വസ്ത്രം കൊടുക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, കുട്ടികളുടെ നീഡ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പേരന്റിങ്ങും കുറച്ച് ലേൺ ചെയ്യേണ്ട പ്രോസസ്സാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന ജനറേഷനിലെ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ജനറേഷന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അവർ ടെക്നോളജിയുടെ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് കൊണ്ട്, AI യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അവരുടെ പേരന്റിങ്ങിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഹലോ മാം, ഗുഡ് ഈവനിങ്. എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു, ഒരു ടോക്സിക് ഫെമിനിസം.
ആൺപിള്ളേർ ചെയ്യണത് മൊത്തം പെൺപിള്ളേർക്കും, പെൺപിള്ളേർ ചെയ്യണത് ആൺപിള്ളേർ ചെയ്യണം എന്നൊരു എക്സ്പെക്ടേഷൻ പെൺപിള്ളേർ വെക്കുന്നു. അതിനാണ് ഇപ്പൊ നമ്മൾ പൂക്കി എന്നൊരു പേരും കൊടുക്കുന്നു. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ഒരു ഗുഡ് ബോയ് ഫ്രണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ട്രേറ്റ്സ് നമ്മൾ വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഒരു ടോക്സിക് ഫെമിനിസം റിലേഷൻഷിപ്സിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓവർ എക്സ്പെക്ടേഷൻസ് നമ്മൾ റിലേഷൻഷിപ്സിൽ വെക്കുന്നു. സോ അങ്ങനെയുള്ള ഈ യങ് ജനറേഷൻ്റെ അടുത്ത്, യങ് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ അടുത്ത് നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ നേരത്തെ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ജെൻഡറിനും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ട്, അല്ലേ? അതിപ്പോ ബയോളജിക്കൽ ആയിട്ടുള്ള ചില ചേഞ്ചസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനെ അങ്ങനെ തന്നെ എംബ്രേസ് ചെയ്യുന്നതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കണം എന്ന് എനിക്ക് ഒരു വാശിയുള്ള കാര്യമല്ല. ഇപ്പൊ കുറച്ച് ഭാരക്കൂടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്നാ പിടിച്ചോളൂ എന്നിട്ട് ഭർത്താവിനോട് തീർച്ചയായിട്ടും പറയാറുണ്ട്. അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ചില സമയത്ത് അത് ചെയ്യാറുണ്ട്. എന്നാൽ ആള് കൂടെ ഇല്ലാത്ത സമയത്ത് ചിലപ്പം ഞാനായിരിക്കും അത് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫിസിക്കൽ ഇതിന്റെ കാര്യത്തിലുള്ള കമ്പാരിസൺ അല്ല സത്യത്തിൽ വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലുള്ള ഇക്വാലിറ്റിക്കും അപ്പുറത്ത് ഇക്വിറ്റി ആണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് ഓരോ ജനറേഷനും അവരവരുടെ പാർട്ട്ണറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 80s ഒരു വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയോട് പാർട്ട്ണറിനെ കുറിച്ച് ചോദിച്ചാൽ, ഭർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻസ് അല്ല ഡെഫിനറ്റ്ലി ഇന്നത്തെ ഒരു പെൺകുട്ടിയോട് ചോദിച്ചാൽ. നേരെ തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഫെമിനിസം മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് ആക്ച്വലി എനിക്കറിയില്ല. ഇറ്റ് കെപ്റ്റ് ഓൺ ചേഞ്ചിങ്, അല്ലേ? അത് ഈ പറഞ്ഞതുപോലെ അത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ ഒരു സെറ്റിൽമെന്റ് ഒക്കെ എത്തിയിട്ട് വിവാഹത്തിലേക്കൊക്കെ പോയാൽ മതി എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചത്. ബോയ്സിന്റെ പെർസ്പെക്റ്റീവ്, ബോയ്സിന് ഈ എക്സ്പെക്ടേഷൻസ് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അടുത്ത് വായിച്ചൊരു പുസ്തകമാണ് ഫീമെയിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് ആണും ഒരു ഫീമെയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അത് എഴുതിയിരിക്കുന്നത്. 1 million, more than 1 million കോപ്പീസ് സോൾഡ് ആണ്. അത് പറയുന്നൊരു കാര്യം, ആണും പെണ്ണും തമ്മിൽ ബയോളജിക്കലി ഇമോഷണലി വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തോട്ട്സിന്റെ നമ്പർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ പറയുന്നതല്ല, ലേഡി പറയുന്നതാണ്, ഒരു 8 lane റോഡാണെന്ന് പറയാം. 2 lane ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വണ്ടി പോകുന്നു. അതുപോലെ 8 ലൈനുകളുള്ള റോഡിലൂടെ എന്തോരം വണ്ടികൾ പോകുന്നു. അതുപോലെയാണ് സ്ത്രീ സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ചിന്തിച്ചു കൂട്ടുന്നു. നമുക്കെന്നുള്ളത് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള കൺട്രി റോഡാണ് ആണിനുള്ളത്. ആണ് കുറച്ചുകൂടി ലോജിക്കലാണ്. ഫോർ എക്സാമ്പിൾ, വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്പച്ചൻ്റെ ബർത്ത്ഡേക്ക് ഏട്ടത്തിമാർ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ടൈപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അമ്മ കുറേ ഗ്രേറ്റ് ഫാദർ ടൈപ്പ് ചെയ്യുന്നു. എൻ്റെ മൂത്ത ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം ഇടുന്നു. അത് ആർക്കും വേണമെങ്കിലും എടുക്കാതെ. അവരുടെ ചേട്ടനാണ്, ചേട്ടനിൽ അത്ര ലിമിറ്റഡ് ആണ്. ഇതൊരു സെഗ്മെന്റ്. സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ പോലും ഈ 15 to 20 പോകുമ്പോൾ കൃത്യമായ വ്യത്യാസങ്ങളാണ് പെണ്ണ് തമ്മിലുണ്ട്. അത് 25 മടങ്ങാണ് ഒരാളിൽ കൂടുതലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ വലത് കയ്യിൽ എടുക്കുമ്പോൾ ഇടത് കയ്യിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഒരു ബാലൻസ് നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ആയിട്ട് നിങ്ങൾ വിധിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അഭിപ്രായം പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് എങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാം. അത് എനിക്ക് ഇതുവരെ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് അയാളൊരു കോണ്ടന്റ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നു. അതിന് വിശ്വസിച്ച് കുറേ പേര് പോകുന്നു. ഇപ്പം നിനക്ക് ചെയ്യാവുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് എ മാൻ സയന്റിഫിക്കലി. ഒത്തിരി പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഒരാൺ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരാണിന്റെ സെക്ഷൽ ഡിസയറും എൻ്റെ നമ്മൾ വ്യത്യാസം എങ്ങനെയാണ്, അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്, ഇമോഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടി പ്രിഡോമിനൻസ് ഉള്ള ഒരു ഫീമെയിൽ ഹോർമോണും ലോജിക്കും അഗ്രഷനും സെക്ഷൽ ഡിസയറും കുറച്ചുകൂടി ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഹോർമോണും അത് എപ്പോഴൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പീരീഡ്സ് സംഭവിക്കുമ്പോൾ പെൺകുട്ടി എങ്ങനെയാണ് വ്യത്യാസങ്ങൾ നേരിടുന്നത്, ഒരാൺ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ ആൺ പെൺ അകലങ്ങൾ കുറച്ച് പാലം പണിയുക എന്നുള്ളതാണ്. പാലം പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ആണിനെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ, ഇപ്പൊ ഒരു അഗ്രസീവായിട്ട് നിന്നോട് സംസാരിക്കാൻ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഓർത്തില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പോലെ ഓർത്തിരിക്കാൻ അത്രയും നല്ലൊരു സെറ്റിംഗ് അപ്പുറത്തുള്ളതിൻ്റെ തലയിലില്ല. മേ ബി ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറയുന്നതല്ല, വ്യത്യാസങ്ങളുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് എത്ര മനോഹരമാണ് ഈ ഭൂമി. നമ്മൾ ഈ ഫെമിനിസം എന്നും അല്ലെങ്കിൽ ആണെന്നും പറഞ്ഞ് നടക്കാതെ ദർ ആർ ഡിഫറൻസസ് എന്ന് മനസ്സിലാക്കി, പിന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ ലവ് ലാംഗ്വേജ്
ഏതാണ് യഥാർത്ഥ പ്രണയം? ഒരു 2-3-4 കഴിഞ്ഞാലാണ് നമുക്കത്, അല്ല തമാശക്ക് പറഞ്ഞാൽ എല്ലാവരുടെയും കുറേ കഴിഞ്ഞെന്ന് തോന്നും. അപ്പോൾ കാരണം നമുക്കറിയും ഓരോ പ്രണയം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാവണം എന്നുള്ളതല്ല, ഒരിക്കലും ഇങ്ങനെയാവരുത് എന്നാണ് അല്ലേ? അത് പ്രായമാകുമ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടിക്കോളും. ഹലോ, ഇതിൽ രണ്ടുപേരും ഉത്തരം തരണം. അതായത് കമ്മിറ്റഡ് ആയാലും സിംഗിൾ ആയാലും ഒരു അൺലവിങ് എന്നുള്ളൊരു പ്രോസസ്. ഞാനിപ്പോൾ ഒരു 2001 മോഡലാണ്. അപ്പോൾ ഒന്നും ജെൻസി ആയിട്ടില്ല, എന്നാൽ 90s അല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പോൾ ഇപ്പൊ റിലേഷൻഷിപ്സ് എന്നല്ല, ഫ്രണ്ട്ഷിപ്സ് ആയാലും ഒരു അൺലവിങ് ഒരു പ്രോസസ്സ്, അത് ഒരു പോസിബിൾ ആണോ? അത് ശരിക്കും അത് അപ്പൊ നമ്മുടെ തെറ്റാണോ, അതോ ശരിക്കും അത് ബാക്കി എല്ലാവർക്കും പോസിബിൾ, നമുക്കത് പോസിബിൾ അല്ലാത്തൊരവസ്ഥയാണോ എന്നും അറിയണം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ ഒരു ഓതറാണ്, രണ്ടാളും ആർട്ടിസ്റ്റാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, ആൻഡ് അത് എന്തുകൊണ്ട്? ഈ അൺലവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിരുന്ന ഒരാളെ പിന്നെ അൺലവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് ആ വ്യക്തിയുടെ കയ്യിലിരിപ്പിനെ കുറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു, അല്ലേ? ചില ആൾക്കാരെ നമ്മൾ വെറുത്ത് മടുത്തിട്ടായിരിക്കും റിലേഷനിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. പിന്നെ അവിടെ ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചിലത് നമ്മൾ ഭയങ്കര പെയിനോടെ ആയിരിക്കും ആ റിലേഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുന്നത്. ബിക്കോസ് ചിലപ്പോൾ അവരുടെ കയ്യിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കയ്യിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ആരും മോശം ആളുകളായതുകൊണ്ടല്ല, നമ്മൾ തമ്മിൽ ചേരുന്ന ആ ഒരു സ്പേസ് ബ്യൂട്ടിഫുൾ ആവുന്നില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് മറ്റേ കുറ്റമല്ല, നമ്മുടെ കുറ്റമല്ല എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസിൽ നമ്മൾ തമ്മിൽ വർക്ക് ആവാത്തതാണ് എന്നുള്ള ആ ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിൻ ചിലപ്പം ഉണ്ടായിരിക്കാം. അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വർഷങ്ങളോളം നമ്മുടെ ഉള്ളിൽ അത് അവസാനം വരെ ഉണ്ടാവും, അല്ലേ? നമ്മുടെ ഫസ്റ്റ് ലവിനെയൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ മരിക്കുന്ന സമയമായാലും അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മുഖത്തൊരു സന്തോഷം കൊണ്ടുവരും. അതുകൊണ്ട് അങ്ങനെ ഒരു അൺലവിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. കോൺഷ്യസ്ലി നമുക്ക് ഒരാളെ അൺലവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ഓർഗാനിക് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ അൺലവിങ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടണോ, ഓഥറായിട്ട് അറിയപ്പെടണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഓഥർ എന്നുള്ള സെൽഫ് ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം തരും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അത് കൺവിൻസിങ് ആയിരുന്നു. അപ്പൊ ഞാൻ പറയേണ്ടതുണ്ടോ? പറയണോ? ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനി ഫ്ലേവേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിലാണ്. ഇപ്പം ഈ ലഡുവിൻ്റെ കളറ് മഞ്ഞ, സൺസെറ്റ് യെല്ലോ എന്നാണ് ആ കളറിനെ വിളിക്കുക. അപ്പം അത് സിന്തറ്റിക് കളറാണ് ഉപയോഗിക്കുക. ഈ സിന്തറ്റിക് കളറിൽ ക്യാൻസറസ് എലമെൻ്റ് ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ട്. അത് കാലങ്ങളോളം കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടി അത് ക്യാൻസറസ് ആവാം എന്നാണ് പറയുക. അതൊരിക്കൽ ശരീരത്തിൽ കയറിയാൽ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഈ പ്രണയം അത് തന്നെയാണ്. നല്ല മധുരമായിരുന്നു, നമ്മൾ കഴിക്കുന്നു, അതിനകത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്, നമ്മളെ വിട്ടു പോവില്ല. ഈ അള്ളൻ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് പുതിയ ഇഷ്ടത്തിലേക്ക് ചെന്ന് പെടുക എന്നുള്ളതാണ്, പഴയതിനെ മറക്കാൻ. ആഴ്ചയിൽ മാറുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളൊരു ജെനുവിൻലി നമ്മൾ മറ്റൊരു പ്രണയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുറിവ് മെല്ലെ മാഞ്ഞു തുടങ്ങും. നമ്മൾ ഈ പഴയ പ്രണയം വേദനിപ്പിക്കുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ്, നമുക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ്. നമ്മൾ ഉള്ളാലെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പുതിയ പ്രണയത്തിലേക്ക് എന്തെങ്കിലും എത്തിപ്പെടാം, അതിനുവേണ്ടി വാശി പിടിക്കാതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കുറെ പേര് ഇതുപോലെ റീബോണ്ട് ലവിൽ ചെന്ന് ചാടിയിട്ട് മറ്റേ ആളെ വ്യക്തിമാക്കിയിട്ട് ഇതിന്റെ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ അവരെ ഇട്ടേച്ചു പോകും, അല്ലെ? റീബോണ്ടിന് വേണ്ടിയിട്ട് മാത്രം, നമുക്ക് ആ പ്രണയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അടുത്ത ഒരു കാണുന്ന ആളോട് നമുക്ക് ഭയങ്കര സ്നേഹം, നമ്മൾ ലവ് ബോംബ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവണം നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാനുള്ളൊരു മാർഗമായിട്ടാണ് നമ്മൾ ഇവരെ യൂസ് ചെയ്തത്. നമുക്ക് ആക്ച്വലി ഇവരോട് നമുക്ക് അത്ര സ്നേഹം ഇല്ല എന്ന് തോന്നുന്ന ഒരുപാട് കേസുണ്ട്. അത് ശരിക്കും ആ വ്യക്തിയോട് ചെയ്യുന്ന ഭയങ്കര ടോർച്ചറാണ് കേട്ടോ. അതുകൊണ്ട് പുതിയ സ്നേഹം കണ്ടുപിടിക്കാം, പക്ഷെ മറ്റേത് മറക്കാൻ വേണ്ടിട്ട് റീബോണ്ട് ലവ് ചെയ്തിട്ട് ആരെയും ഉപദ്രവിക്കരുത്. വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇപ്പോ അയാളെ മറക്കാൻ വേണ്ടിട്ട് പുതിയ ആളെ സ്നേഹിക്കും, അത് അതിലും ടോക്സിക് ആണ്, ഈ പഴയതാ നല്ലതെന്ന് തോന്നും. അപ്പൊ അയാളെ പിന്നെ അങ്ങോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോ അൺലവിന്റെ ഒരു കോഴ്സ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ? 1 മിനിറ്റ് കൂടി ഉള്ളു. ചോദ്യം പുസ്തകത്തിനെ കുറിച്ചാണ്. കാളി എന്നുള്ള പുസ്തകം നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ വിവിധ മേഖലയിൽ കാണുന്ന 9 ശക്തിയായ സ്ത്രീ കഥാപാത്രങ്ങളാണ് കാണിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അശ്വതി ചേച്ചിയും അതേപോലെ ജോസഫും ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
എല്ലാം മികച്ചതാണ്, എങ്കിലും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? അതിന് അയ്യോ. കാരണം കൂടി പറ. അങ്ങനെ ചോദിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കണം എന്ന് ആഗ്രഹമുള്ളത് ഇതിന്റെ ഒന്നാമത്തെ കഥയാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും ആ ഒരു കഥയെക്കുറിച്ചാണ്. അതുപോലെ അതിനകത്തെ അവസാനത്തെ കഥയെക്കുറിച്ചും ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. അതല്ലാതെ അതിനകത്ത് നിന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതൊരുമാതിരി അനീതിയായി പോകും അല്ലേ? നമ്മൾ എഴുതിയത് എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടാണല്ലോ നമ്മൾ അതിനകത്ത് പകർത്തി വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നിലവിൽ അതിനകത്തില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അയ്യേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അത് നമ്മുടെ ഗ്രോത്തിന്റെ പാർട്ടാണ്. പക്ഷെ നിലവിൽ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് അശ്വതിയുടെ പുസ്തകം വായിച്ചതിൽ ഇഷ്ടപ്പെട്ടത് ആനിയമ്മയാണ്. എവിടെയൊക്കെയോ മദറിന്റെയും എനിക്കറിയാവുന്ന കുറച്ച് പ്രായമായവരുടെയും ഒരു റിഫ്ലക്ഷൻ കിട്ടിയായിരുന്നു. സോ എനിക്കും ആനിയമ്മ എന്നൊരു ഫസ്റ്റ് ചാപ്റ്ററാണ്. താങ്ക് യു. അവർ നേരത്തെ കൈവക്കിയായിരുന്നു 2 പേര്. നമ്മുടെ സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചേട്ടാ, ഹായ്. ഞാനാണ് സ്ഥിരം ശല്യപ്പെടുത്തുന്ന ആ മനുഷ്യൻ. പേരൊന്ന് പറഞ്ഞടാ. ഷോൺ. യെസ്, നമ്മളിന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? ആ ഒരു പ്രതീക്ഷ വന്നതാണ്. ഓക്കെ. അമ്മ ഇന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചായിരുന്നു, നീ വല്ല ദൈവത്തിനെയും കാണാനാണോ പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു. കാരണം നീ അത് അതുപോലെ അവിടെ നിർത്തിക്കോട്ടോ. ട്രാക്ക് മാറ്റി. കാരണം ഞാൻ അതുപോലെ വെപ്രാളത്തിലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇന്നലെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർക്ക് ഒന്ന് വണ്ടി തന്നുവിടാൻ, അതും കോഴിക്കോട്ടേക്ക് 30 കിലോമീറ്റർ ഓടിച്ച് വരണം. അപ്പൊ ഞാൻ അവിടുന്ന് ഇവിടെ എങ്ങനെയാണ് എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ബസ്സുകളുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിയൊക്കെയാണ് ഇവിടെ എത്തി. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പം ചേട്ടൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പം ആൾക്കൂട്ടം കണ്ടപ്പോൾ മനസ്സിലായി ഗിഫ്റ്റ് പോയിട്ട് ഇവിടെ ഒരു മൊട്ടുസൂചി ഇടാനുള്ള ഗ്യാപ്പ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ നുഴഞ്ഞു കയറി ഇവിടെ എത്തിയതാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഒരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് തരാമെന്ന്. അപ്പം ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം 5 വർഷമായിട്ട് ഉള്ളൊരു കാത്തിരിപ്പാണ് ചേട്ടനെ നേരിട്ട് കാണാനുള്ള. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഒറ്റ മൈൻഡ്, അതുപോലെ തന്ത വൈബ്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റ മൈൻഡിനെ അവിടെ നിർത്തി തന്ത വൈബിനെ മാറ്റി വെച്ചിട്ട് ഒറ്റ മൈൻഡും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട മൈൻഡും ഇപ്പം നിലവിൽ കാണുന്നൊരു ഇതാണ്. കാരണം എടുത്തു ചാടി ചെയ്യുന്നതും അതുപോലെ ഒരാളോടും ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹം. കാരണം ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ, കാരണം ഇപ്പം ഈവൻ ഒരു ഗേൾ ഫ്രണ്ടിനോടായാലും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോടായാലും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ ഏറ്റവും ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു ചില കൂട്ടം മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാമെന്ന് അറിയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കും ചേട്ടനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുണ്ട്. കാരണം ഞാനും സെമിനാരിൽ പോയി വന്ന ഒരാളാണ്. ചേട്ടൻ 3 കൊല്ലം നിന്നു, ഞാൻ വെറും 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ചേട്ടൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കെന്തായാലും നീ എന്റെ ജീവിതത്തിലോട്ട് നുഴഞ്ഞു കയറുന്നു. കാരണം ഞാൻ ചേട്ടന് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ചേട്ടാ ഐ ക്യാൻ ഫീൽ യു എന്ന്. അപ്പൊ ചേട്ടൻ 2 ക്വസ്റ്റ്യൻ മാർക്കാണ് അയച്ചത്. പിന്നല്ലാണ്ട് അയക്കാൻ തരൂ നീ പറഞ്ഞ ഞാനെന്ത് പറയണം? ചോദ്യം സമയം ഓക്കെ. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പിന്നെ പറയാം. അല്ല, അപ്പൊ എന്തായാലും ചേട്ടനോട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ നിലത്ത് കിടന്ന ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ചേട്ടൻ ഒരു കത്ത് എഴുതി, ലവ് ലെറ്റർ അല്ല, ഒരു ട്രെയിനിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പോയി വായിച്ചാൽ മതി. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ചേട്ടന് ഏറ്റവും അവസാനമായിട്ട് ആശംസിക്കാനുള്ളത് ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിനെ കിട്ടണം എന്നാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഞാനും ചേട്ടനൊക്കെ ഒരുപാട് നല്ല പെൺകുട്ടികളെ ഡിസേർവ് ചെയ്യുന്ന. എടാ നീ വല്ല പട്ടാളത്തിൽ ജോയിൻ ചെയ്യും. ഇല്ലില്ല, കാരണം നുഴഞ്ഞു കയറുന്നവർ അവസാനം ഏറ്റവും പുറകിലെ നിൽക്കണ്ടേ. ഇത് 3ാമത്തെ റോയിൽ നീ നുഴഞ്ഞു കയറി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ചേട്ടൻ എന്ത് പറയും? ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാം. നീ കാണാൻ വന്നതിൽ സന്തോഷം. ലെറ്റർ ഞാൻ വാങ്ങിച്ചോളാം. ഒറ്റപ്പെട്ട മൈൻഡ് ഒരുപാട് പേർക്കുണ്ട്. നമുക്കൊക്കെ ലൈഫിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന കാര്യം, മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് ചിന്തിച്ച കാര്യമാണ്. ആ ഒരു ഗുഹയില കുഴിയിൽ ഞാൻ വീണു പോയാൽ നമ്മുടെ ജോസഫ് അല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് ഞാൻ ഇറങ്ങി നോക്കട്ടെ എന്ന് പറയുന്ന സൗബിന്റെ ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന ആരാണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മിനിമം 3 മുഖങ്ങളിലുണ്ട്. ആ മൊമെന്റിൽ ഞാൻ തിരിച്ചറിയാണ് ഞാൻ ഈ ഭൂമിയിൽ സന്തോഷവാനാണെന്ന്. അപ്പോൾ നിനക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു മെഡിറ്റേഷൻ ഇന്ന് വണ്ടി പോകുമ്പോൾ ചെയ്യാവുന്ന, നിങ്ങൾ ഗുഹയിൽ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ എല്ലാം മറന്ന് ഇറങ്ങാൻ സാധ്യതയുള്ള ആദ്യത്തെ മുഖം ആരുടെ ആയിരിക്കും? നിനക്ക് അങ്ങനെ ഒരു മുഖം കിട്ടട്ടെ, നിനക്ക് നല്ല ജീവിത പങ്കാളിയെയും കിട്ടട്ടെ. നമ്മുടെ അടുത്ത സെഷനുള്ള ഗസ്റ്റുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആ. അതായത് നമ്മുടെ ജനറേഷന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബെസ്റ്റി, സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ചെറിയൊരു അഡ്വൈസ് ജനറേഷന് കൊടുക്കാനുള്ളത്. എന്ത് അഡ്വൈസ് കൊടുക്കുക? ഇപ്പൊ നമ്മൾ എന്ത് അഡ്വൈസ് കൊടുത്താലും ഇവര് മറ്റേ തന്ത വൈബ എന്ന് പറയും. ഞാൻ പറയൂല. അങ്ങനെയല്ല, ഓരോ കാലത്തിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എപ്പോഴോ പറഞ്ഞു പോയ പോലെ നമ്മൾ ഈ കാലത്തിനെ തിരിച്ചു പിടിച്ച് പണ്ടത്തേതായിരുന്നു നല്ലതെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പുറകെ കൊണ്ട് കെട്ടാൻ നോക്കിയാൽ നടക്കില്ല. അപ്പൊ കുറെയൊക്കെ ഈ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് പോട്ടെ എന്നുള്ളതും നമ്മുടെ ചില ബേസിക് വാല്യൂസ് ഉണ്ടല്ലോ, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെ ഗ്രൗണ്ട് ചെയ്ത് നിർത്തുന്ന ചില ബേസിക് വാല്യൂസ് ഉണ്ട്. അതിനെ വിടാതെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ തിരിച്ച് ഗ്രൗണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ബാക്കി ആ ഒരു പോയിന്റ്, ആ വാല്യൂസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞതുപോലെ സിറ്റുവേഷൻഷിപ്പോ എന്താന്ന് വെച്ചാൽ എനിക്കതിനെ ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൂടുതലൊന്നും പറയാനില്ല. അതെ, മുന്നേ പറഞ്ഞ ആ പിഗിന്റെ പേര് പെപ്പാ പിഗ് എന്നായിരുന്നു. ചെറുതായിട്ട് ഒരു കെട്ട് കൂടിപ്പോയായിരുന്നു. ഇതിന്റെ കൂടെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ചാരമാർന്നൊരു ബുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ അതിന്റെ ടൈറ്റിൽ റിവീലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. മറ്റേ ഇടയ്ക്ക് ആ മനുഷ്യന്റെ ശബ്ദം വന്ന പോലെ തന്നെ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ആ ഫയൽ ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് ആ ടൈറ്റിൽ എൻ്റെ വായയിലൂടെ ഞാൻ റിവീൽ ചെയ്യാണ്. നമ്മൾ സ്പൈ ഓഫ് ഗോഡ്, ഗോഡ് സ്പൈ എന്നൊക്കെയാണ് ആദ്യം ചിന്തിച്ചത്. അങ്ങനെ ഒരു ബുക്ക് പണ്ടേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്തിയിരിക്കുന്ന ഒരു ടൈറ്റിൽ നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ എന്നാണ്. എല്ലാ മാലാഖമാരും പറക്കുന്നവരല്ല എന്നുള്ളതാണ്. അതായത് മനുഷ്യനാണ് ഏഞ്ചൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാർപ്പർ കോളിൻസ് ആണ് അതിനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഋഷികേഷ് മുണ്ടാണി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ബുക്ക് എനിക്ക് തോന്നുന്നൊരു 3 months ഡൗൺ ദ ലൈൻ ഇംഗ്ലീഷിൽ അവൈലബിൾ ആവും. അപ്പോൾ അത് ഇങ്ങനെ അൺവെയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് സ്റ്റോറി ഇട്ടോളാം. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. യെസ്, വൺസ് അഗൈൻ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ആൻഡ് ജോസഫ്, താങ്ക് യു സോ മച്ച് ഫോർ